إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുഅ്മിനിൻ്റെ കാര്യം വളരെയധികം അത്ഭുതകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നൊരു സന്ദർഭം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം അതെത്ര അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻക്ക് പുണ്യമുള്ളതാണ്, അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, ആ ഒരു ഖൈർ അത് ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ അല്ലാതെ മറ്റൊരാൾക്കും ആ ഖൈർ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇൻ അസാബത്ഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വ ഇൻ അസാബത്ഹു ളറാ സബറ ഫകാന ഖൈറൻ ലഹു, അഥവാ അവന് വല്ല അനുഗ്രഹവും കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിലൂടെ അവൻ നന്ദി കാണിക്കുകയും അങ്ങനെ അത് പ്രതിഫലമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി അതല്ല, അവൻ്റെ ജീവിതത്തിൽ വല്ല പ്രതിസന്ധിയുമാണ് അവൻ അനുഭവിക്കുന്നത് എങ്കിൽ അവൻ ക്ഷമ കാണിക്കുകയും അതും അവൻ ഒരു പ്രതിഫലമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എത്ര യാഥാർത്ഥ്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവനെ ബാധിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും എല്ലാവിധ സന്തോഷങ്ങളുമെല്ലാം അവന് പ്രതിഫലമുള്ളതാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുമല്ലോ. അത്തരത്തിലുള്ള ഒരു മുഅ്മിനാകുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളുമെല്ലാം പരിശ്രമിക്കേണ്ടത്.
പ്രതിസന്ധികൾ ബാധിക്കുമ്പോൾ എൻ്റെ റബ്ബ് എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിലുപരി അങ്ങനെ ചിന്തിക്കാതെ നാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷമയോടുകൂടി നിലകൊള്ളുമ്പോൾ അത് നമുക്കൊരു പ്രതിഫലമായി നമുക്ക് ലഭിക്കുകയാണ്. അതേസമയം നമുക്ക് ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അതിൽ വഞ്ചിതരാവാതെ ആ അനുഗ്രഹം കിട്ടിയതോടുകൂടി അള്ളാഹുവിനെ മറക്കാതെ ആ അനുഗ്രഹം കിട്ടിയപ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അവനെ സ്തുതിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് അതും ഒരു പ്രതിഫലമുള്ളതാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുമല്ലോ. വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്നത് കാണാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളവനാകുന്നു അവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിൻ്റെ 2-ാം ആയത്തിലൂടെ പറയുമ്പോൾ സഹോദരങ്ങളെ, മനുഷ്യരുടെ ജീവിതമഖിലവും ഒരു പരീക്ഷണം തന്നെയാണ്. അവനൊരു സുഖം അനുഭവിക്കുമ്പോൾ അതിലൂടെ അവൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് ഒരു പരീക്ഷണമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അവന് വല്ല പ്രതിസന്ധിയും വല്ല ദുരിതവും അവൻ അനുഭവിക്കുകയാണെങ്കിൽ അതിലൂടെ അവൻ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടോ എന്നുള്ള മറ്റൊരു പരീക്ഷണമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്ദിയും അതേപോലെ ക്ഷമയും മുറുകെ പിടിക്കുവാനും അത് നമ്മുടെ എല്ലാ മേഖലകളിലും തട്ടിച്ചു നോക്കുവാനും നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് പ്രതിഫലമുള്ളതാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുമല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു പക്ഷേ സുഖമുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ദുരിതമുള്ളതായിരിക്കാം. രണ്ടായാലും അത് നമുക്കുള്ള ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അതിനോട് അനുയോജ്യമായൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഓരോ നിമിഷവും എത്ര പ്രതിഫലമാണ് നമുക്ക് വാരിക്കൂട്ടുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, ഉൻവാനു സആദ അഥവാ സൗഭാഗ്യത്തിൻ്റെ അടിക്കല്ലുകൾ അഥവാ സൗഭാഗ്യത്തിൻ്റെ താക്കോലുകൾ എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ അവസ്ഥകൾ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ നന്ദി കാണിക്കലും പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ക്ഷമ കാണിക്കലുമാണ് ഉൻവാനു സആദ എന്ന് അവർ നമുക്ക് വിശദീകരിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സബർ അഥവാ ക്ഷമ എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ സബറിൻ്റെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ചും വ്യത്യസ്ത പ്രതിഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചുമെല്ലാം ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഹദീസിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വാചാലനാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം ഒരു കയ്യും കണക്കുമില്ലാതെ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്സബ്റു ദിയാഉൻ, ക്ഷമ എന്നുള്ളത് അത് പ്രകാശമാകുന്നു എന്നാണ്. എന്താണ് ദിയാ എന്നാൽ അറബി ഭാഷയിൽ സൂര്യപ്രകാശത്തെയാണ് അറിയിക്കുന്നത്. അതായത് അസ്സബ്റു ദിയാഉൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചെറിയ ചൂടോടുകൂടി ചെറിയ പ്രയാസമൊക്കെ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു വെളിച്ചമാണ് ക്ഷമ എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സബർ എന്ന വാക്കിൻ്റെ അർത്ഥമായിക്കൊണ്ട് ഭാഷാ പണ്ഡിതന്മാർ പറയാറുള്ളത് ഹബ്സുൻ നഫ്സ്, മനസ്സിനെ പിടിച്ചു വെക്കുക എന്നതാണ് സബറിൻ്റെ അർത്ഥമായിട്ടുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു കൽപ്പന കൽപ്പിക്കുകയും ആ കൽപ്പന നമ്മൾ നിർവഹിക്കും നേരത്ത് പിശാച് നമ്മെ ദുർബോധനം ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഇച്ഛകൾ മറ്റേതെങ്കിലും വഴികളിലേക്ക് തിരിയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കലാണ് സബർ എന്നുള്ളത്. അള്ളാഹും റസൂലും വിലക്കിയൊരു കാര്യം ആ കാര്യത്തിലേക്ക് പിശാച് നമ്മെ പ്രേരിപ്പിക്കുകയും നമ്മുടെ മനസ്സ് ഇന്നഫ്സല അമ്മാറത്തും ബിസ്സു, നമ്മുടെ മനസ്സും അതിലേക്ക് ചാഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതും അതിനും സബർ എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു ക്ഷമയാണല്ലോ സഹോദരങ്ങളെ നാം എല്ലാം റമളാനിൽ പരിശീലിച്ചെടുത്തത്. നമ്മുടെ മുമ്പിൽ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം കഴിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ മാനിച്ചുകൊണ്ട് ആ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി ക്ഷമ കാണിച്ചവരാണല്ലോ നാം എല്ലാവരും. നമ്മുടെയൊക്കെ കൂടെ നമ്മുടെ ഭാര്യമാർ ജീവിക്കുമ്പോഴും
ഇസ്ലാമിൻ്റെ നിയമങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവരുടെ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ വികാരങ്ങളെ ശമിപ്പിച്ച് ക്ഷമ കാണിച്ചവരാണല്ലോ നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ക്ഷമ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുവാനും അവൻ വിലക്കിയ കാര്യങ്ങൾ അത് ഒഴിവാക്കുവാനും എപ്പോഴും ക്ഷമ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിൽ പിശാച് ദുർബോധനം ചെയ്യുമെന്ന കൃത്യമായ ബോധ്യം എല്ലാ നിമിഷവും നമ്മളിൽ ഉണ്ടാകണമെന്നാണ് ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, ഈ സബർ എന്നതിനെ പണ്ഡിതന്മാർ 3 ഇനങ്ങളാക്കിയാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒന്നാമത്തെ ഇനമായി അവർ പരിചയപ്പെടുത്തുന്നത് അസ്സബ്റു അലാ ത്വാഅത്തില്ല, അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള ക്ഷമ. അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അതിൽ പിശാച് ദുർബോധനം ചെയ്ത് അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ മനസ്സ് മറ്റേതെങ്കിലും വഴിയിലേക്ക് തിരിയുമ്പോൾ അവിടെ മനസ്സിനെ പിടിച്ചു വെച്ച് ക്ഷമയോടുകൂടി ആ അള്ളാഹു കൽപ്പിച്ച കാര്യം, ആ കർമ്മം ചെയ്യുവാൻ വേണ്ടി ക്ഷമയോടുകൂടി നിലകൊള്ളലാണ് അസ്സബ്റു അലാ ത്വാഅത്തില്ല. നമ്മൾ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉറക്കച്ചടപ്പെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വുളൂഎടുത്ത് പള്ളിയിലേക്ക് നടക്കുമ്പോൾ നാം കാണിക്കുന്ന ഒരു ക്ഷമയുണ്ട്. ആ ക്ഷമയാണ് അസ്സബ്റു അലാ ത്വാഅത്തില്ല. അങ്ങനെ അവിടെ നമ്മൾ കാണിച്ച ക്ഷമ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു കാര്യത്തിന് നാം കാണിക്കുന്ന ഒരു അനുസരണയാണ്. അതുകൊണ്ടാണ് അതിന് അസ്സബ്റു അലാ ത്വാഅത്തില്ല എന്ന ഇനത്തിൽ അത് പെടുന്നു. രണ്ടാമത്തെ ഇനമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അസ്സബ്റു അൻ മഹാരിമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും വിലക്കിത്തന്ന കാര്യങ്ങൾ അതിലേക്ക് നമ്മുടെ ഇച്ഛകൾ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, പിശാച് അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടേക്ക് പോകാതെ അത് ചെയ്യാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ പിടിച്ചു വെച്ച് നാം കാണിക്കുന്ന ക്ഷമയാണ് അസ്സബ്റു അൻ മഹാരിമില്ല. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ധാരാളം കാഴ്ചകളും കേൾക്കാൻ പാടില്ലാത്ത ധാരാളം ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ക്ഷമ, അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ഞാൻ നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കുമ്പോൾ അതാണ് അസ്സബ്റു അൻ മഹാരിമില്ല എന്ന രണ്ടാമത്തെ ഇനം ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഇനമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് അസ്സബ്റു അലാ അഖ്ദാരില്ല എന്നുള്ളതാണ്. അഥവാ ഏത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഇതെൻ്റെ റബ്ബ് എനിക്ക് വിധിച്ചതാണ്, ഇതെൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണെന്ന ബോധത്തോടു കൂടി ആ പ്രതിസന്ധികളെ നേരിടുവാനും അതിൽ ക്ഷമ കൈക്കൊള്ളുവാനുമാണ് മൂന്നാമത്തെ ഇനമായ അസ്സബ്റു അലാ അഖ്ദാരില്ല അറിയിക്കുന്നത്. പ്രതിസന്ധികളുള്ള ക്ഷമയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം മുറുകെ പിടിക്കേണ്ടത്. ഏതെങ്കിലും രൂപത്തിലുള്ള ചെറിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചെറിയ രോഗങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയിൽ ചെറിയ നഷ്ടം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് എൻ്റെ റബ്ബ് എന്നോട് മാത്രം ഇങ്ങനെ, എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണങ്ങൾ, ഞാൻ കുറേ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ കുറേ സുന്നത്ത് നോമ്പുകൾ നോൽക്കുന്നുണ്ടല്ലോ, ഞാൻ കുറേ സ്വതക്ക നൽകുന്നുണ്ടല്ലോ, പിന്നെ എന്താ എന്നോട് മാത്രം ഇങ്ങനെ എന്ന് ചെറിയൊരു രൂപത്തിൽ നമ്മുടെ മനസ്സിൽ, നമ്മൾ പറയാതെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചെറിയ തോന്നലുണ്ടെങ്കിൽ നമ്മുടെ ക്ഷമയുടെ കുറവ് അവിടെ നാം വിലയിരുത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരിതം കൊണ്ട് ധാരാളം പരീക്ഷിച്ചതൊക്കെ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അടിമകളായിരുന്നു എന്നുള്ളതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം ക്ഷമയുടെ കാര്യത്തിൽ നമുക്ക് വലിയൊരു മാതൃകയുണ്ട് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും കുടുംബാംഗങ്ങൾ കൊണ്ടും ആരോഗ്യം കൊണ്ടുമെല്ലാം ധാരാളം ധന്യത ലഭിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ഒരു മാറാ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും അത് മുഖേന അദ്ദേഹത്തിനുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ 18 വർഷകാലത്തോളം അദ്ദേഹം ആ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അതുപോലെ ആ പരീക്ഷണങ്ങൾ അദ്ദേഹം 18 വർഷം അദ്ദേഹം സഹിച്ചിട്ടും അദ്ദേഹം ഒരു പ്രാവശ്യം പോലും അള്ളാഹുവിനോട് ആ പ്രതിസന്ധിയെ മോശമാക്കുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നില്ല എന്നും അതല്ലാതെ അതുപോലെ ആ പ്രതിസന്ധി മാറ്റിത്തരണമേ എന്ന് പോലും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നില്ല എന്നൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നത് അന്നീ മസ്സനി അബ്ദുറു വ അൻത അർഹമുർ റാഹിമീൻ, എൻ്റെ രക്ഷിതാവേ എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു, നീയാണല്ലോ കാരുണികരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവൻ നീയാണല്ലോ എന്ന് മാത്രമേ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതല്ലാതെ എൻ്റെ രക്ഷിതാവേ ഈ രോഗം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് പോലും അദ്ദേഹം ചോദിക്കുവാൻ മടിച്ചിരുന്നു, നാണം കാണിച്ചിരുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിൻ്റെ ക്ഷമക്ക് പ്രതിഫലമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റിക്കൊടുക്കുകയാണ് ഉണ്ടായത്. അതുപോലെ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അനുഗ്രഹങ്ങൾ ഇരട്ടിയാക്കി നൽകുകയും ചെയ്തു. സഹോദരങ്ങളെ, ഇത്തരത്തിലാണ് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ സഹോദരങ്ങളെ, നാം ഏതേത് മേഖലകളിൽ നാം ക്ഷമ കാണിക്കുന്നുവോ അവിടെയെല്ലാം നമുക്ക് പ്രതിഫലത്തിൻ്റെ ഒരു ഓഹരി, നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കുവാനുള്ള ഒരു ഓഹരി അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും ഹറാമിൻ്റെ വഴിയിൽ നാം ക്ഷമിച്ചുകൂടാ. ഒരു തിന്മ ചെയ്യുവാൻ വേണ്ടി നാം ക്ഷമ കാണിച്ചുകൂടാ. മറിച്ച് ഒരു തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുവാൻ വേണ്ടിയാണ് നാം ക്ഷമ കാണിക്കേണ്ടത്. അത്തരത്തിൽ നമ്മുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും സ്വഹാബത്തും സലഫുകളുമെല്ലാം മുറുകെ പിടിച്ചതുപോലെ, അവരെല്ലാം നമുക്ക് മാതൃക കാണിച്ചതുപോലെ അത്തരത്തിലുള്ളൊരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അതെപ്പോഴും നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആൻ പ്രതിപാദിച്ചതുപോലെ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ പ്രതിപാദിച്ച ആ വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ നാം എല്ലാവരും ക്ഷമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ക്ഷമാലുക്കളിൽ നമ്മയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മരണം വരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം തിർമിദി റഹിമഹുല്ലാ തൻ്റെ സുനൻ തിർമിദി എന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിൻ വറായിക്കും അയ്യാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ കാലശേഷം ഒരു കാലം വരാനുണ്ട്. അസ്സബ്റു ഫീഹിന്ന മിസ്ലുൽ ഖബ്ദി അലൽ ജംർ. ആ കാലഘട്ടത്തിൽ ക്ഷമ കൈക്കൊള്ളുക എന്നുള്ളത് കയ്യിൽ തീക്കനൽ പിടിക്കുന്നത് പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് നബി പറയുകയാണ്, ലിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. അന്ന് ഒരു വ്യക്തി ഒരു പുണ്യം ചെയ്യുന്നത്, ഒരു നന്മ ചെയ്യുന്നത് നിങ്ങളിൽ നിന്നും 50 പേർ ചെയ്യുന്ന അത്ര പ്രതിഫലം അന്ന് നന്മ ചെയ്തവന് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ദൈവമൊന്നുമില്ല, ജീവിതം ഒന്നേയുള്ളൂ, അത് ആസ്വദിച്ചു കൊള്ളുക എന്ന കുഫറിൻ്റെ ചിന്തകളെ വളർത്തിക്കൊണ്ടുവരുന്ന ലിബറൽ ചിന്തകളും, അതുപോലെ അള്ളാഹുവിന് പുറമെ മറ്റു ആളുകളെയും ആരാധിക്കാം, അവർക്ക് ബലിയർപ്പിക്കാം, അവർക്ക് നേർച്ച നേരാം എന്നൊക്കെ പറഞ്ഞ് ശിർക്കിൻ്റെ വിത്തുകൾ ഇവിടെ മുളപ്പിച്ചു കൊണ്ടുവരുന്ന പുരോഹിതവർഗവും, അതുപോലെ എല്ലാ വൻപാപങ്ങൾക്കും വിത്ത് വിതക്കുന്ന വ്യഭിചാരത്തിനും സകലമാന ലൈംഗിക തോന്നിവാസങ്ങൾക്കും അതുപോലെ ലഹരിക്കും മറ്റു ആവാസങ്ങൾക്കുമെല്ലാം ഇവിടെ വളരെയധികം വ്യാപൃതം നൽകുന്ന ലിബറൽ ആക്ടിവിസം ചിന്തകൾക്കുമെല്ലാം സംഹാരതാണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്. തിന്മകളാൽ നിബിഡമായിരിക്കുകയാണ് നമ്മുടെ ഈ സമുദായം എന്നുള്ളത്. ഫിത്നകൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാത്രം അനുസരിച്ചുകൊണ്ട് അവൻ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇച്ഛകളെ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുമ്പോൾ വമ്പിച്ച പ്രതിഫലമാണ്. 50 സഹാബാക്കൾ ചെയ്ത പ്രതിഫലം, അതല്ലെങ്കിൽ അത്തരത്തിൽ വമ്പിച്ച പ്രതിഫലം നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കെല്ലാം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫിത്നകളിലൊന്നും ഉൾപ്പെടാതെ പൂർണ്ണമായും അള്ളാഹുവിന് വഴങ്ങിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി കർമ്മങ്ങളിൽ നിപുണമാകുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മുടെ ക്ഷമയെ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുവാനും നാം എല്ലാം ഏറെ പരിശ്രമിക്കുക. ഈ കാലഘട്ടത്തിൽ, ഫിത്ന നിറഞ്ഞ ഈ കാലഘട്ടത്തിലും ക്ഷമയോടുകൂടി സ്ഥൈര്യം ലഭിക്കുവാനും
ഈമാനിന് ഉറപ്പ് നൽകുവാനും അള്ളാഹുവിനോട് എപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റബ്ബന അഫ്രിഖ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ പോലെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും നാം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ അവസാനിച്ചതോടുകൂടി നമ്മുടെ കർമ്മങ്ങളിലെ ആവേശം ഒരിക്കലും മുടങ്ങാൻ പാടുള്ളതല്ല. അതിലുപരി നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ആവേശമുണ്ടാകാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനുമാണ് നാം എല്ലാം ശ്രദ്ധിക്കേണ്ടത്. ശവ്വാലിലെ 6 നോമ്പിൻ്റെ കാര്യം ഞാനും നിങ്ങളും അശ്രദ്ധയിലായിട്ടില്ല എന്ന് നാം എല്ലാം ഉറപ്പുവരുത്തണം. ഇനിയും 20-ലധികം ദിവസങ്ങളുണ്ട് ശവ്വാലിൽ. ദിവസങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ആ 6 നോമ്പുകൾ എത്രയും പെട്ടെന്ന് വീട്ടുവാൻ നാം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിലെ 30 ദിവസവും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് അവൻ്റെ കൽപ്പനകളെല്ലാം ശിരസാവഹിച്ചുകൊണ്ട് 30 ദിവസവും നോമ്പ് നോറ്റവരാണല്ലോ നാം എല്ലാവരും. അങ്ങനെയുള്ള നമുക്ക് ഈ ഒരു 6 ദിവസം നോമ്പ് നോൽക്കാൻ ഒട്ടും പ്രയാസമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അങ്ങനെ ആ 6 നോമ്പ് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ ഒരു വർഷം മുഴുവൻ നോമ്പ് നോൽത്തതിൻ്റെ പ്രതിഫലമാണ് നാം നഷ്ടപ്പെടുത്തുന്നതെന്ന ഗൗരവവും നമ്മൾ തിരിച്ചറിയുക. ആ കാര്യത്തിൽ നമ്മളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ ഇനിയും ഐച്ഛികമായതും നിർബന്ധമായതുമായ എല്ലാ കർമ്മങ്ങളും ധാരാളം വർദ്ധിപ്പിക്കുവാനും അങ്ങനെ ക്ഷമയോടുകൂടിയും നന്ദിയോടുകൂടിയും ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും അങ്ങനെ നമ്മുടെ പ്രവാചകന്മാരും സഹാബത്തും സലഫും എല്ലാം നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ആ ഒരു മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ നാഥൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി മരണം വരെ കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ മരിച്ചു കഴിഞ്ഞ അള്ളാഹുവിന് മുമ്പിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഫദ്ഖുലി ഫീ ജന്നത്തി എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി വിശ്വാസിനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ക്ഷമയും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നിരവധി വിശ്വാസിനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങളിൽ വെളിച്ചമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ നിരവധി മേഖലകളിൽ പ്രയാസമനുഭവിക്കുന്ന നിരവധി സത്യവിശ്വാസി സുഹൃത്തുക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.